ലെക്ചേഴ്സ് ഓൺ ലോ ഓഫ് തോട്ട്സിന്റെ ക്ലാസ് ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. തോട്ട്സിന്റെ ക്ലാസ്സിൽ നമ്മൾ 2 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കുക ആ ക്ലാസ്സസ്. അപ്പൊ എന്താണ് ഒരു തോട്ടിന് വേണ്ട എലമെന്റ്, എന്തൊക്കെയായിരിക്കണം? ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷൻ ഉണ്ടായിരിക്കണം. റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടോ ഒരു ഒമിഷനോ, തെറ്റായ ഒരു ആക്ടോ ഒമിഷനോ ഉണ്ടായിരിക്കണം ഡിഫൻഡിന്റെ ഭാഗത്ത് നിന്ന്. അതുവഴിയായിട്ട് ലീഗൽ ആയിട്ടുള്ള ഇഞ്ചുറി. ലീഗൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞേ? അയാളുടെ ലീഗൽ ആയിട്ടുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടണം. അതാണ് ലീഗൽ ഇഞ്ചുറി. ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലീഗൽ ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഡാമേജസ് കിട്ടും. ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൻസേഷൻ കിട്ടും. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടോർച്ചിൽ പല ടോർച്ചുകൾ ഉണ്ട്. അപ്പൊ അതിൽ പല ടോർട്ടിൽ ഒരു ടോർട്ട് എടുക്കുകയാണ്. അപ്പൊ ഏത് ടോർട്ട് ആയിക്കോട്ടെ, അവിടെ മോട്ടീവിനോ മാലീസിനോ ഇൽവില്ലിനോ പ്രാധാന്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ഒബ്ജക്റ്റ്, നമ്മുടെ ലക്ഷ്യം. ഓക്കെ. മാലീസ് എന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ ഡിസയർ, ഒരു താല്പര്യം. അതാണ് ഒരാൾക്ക് ഇഞ്ചുറി കോസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഹാം കോസ് ചെയ്യണം. അതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെയുള്ള എൻ്റെ ഒരു ഉദ്ദേശം, ബാഡ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത്, മോശമായിട്ടുള്ള ഉദ്ദേശം, അതിനെയാണ് മാലിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൽവില്ല്. ഇൽവില്ല് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഉദ്ദേശമല്ല. അപ്പൊ അങ്ങനെയുള്ള ഈ മോട്ടീവ്, ഇൽവില്ല്, മാലിസിനൊക്കെ ടോട്ടല് പ്രാധാന്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. IPCയുടെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എന്ത് വേണം? റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് മാത്രം പോരാ, ആക്ടസ് റിയസിനോടൊപ്പം തന്നെ മെൻസ് റിയം കൂടി വേണം. മെന്റൽ ആയിട്ടുള്ള എലമെന്റും കൂടി. ഒരാൾ ഒരു ആക്ട് ചെയ്യുന്നത് മെന്റൽ എലമെന്റോടും കൂടി ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? അത് ക്രൈം ആകുള്ളൂ എന്ന് പറഞ്ഞു. അതിലേക്കൊന്നും പോകണ്ട. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നു. മെന്റൽ എലമെന്റിന് ക്രൈമിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ അത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ ഇപ്പൊ അയാൾ മോശമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്താൽ മാത്രമാണോ, അല്ലെങ്കിൽ മോശമായിട്ടുള്ള മോട്ടീവോട് കൂടി ചെയ്താൽ മാത്രമാണോ? ഒരാൾ ഉദ്ദേശിക്കണം എന്നുള്ള മോട്ടീവ്, ഉപദ്രവിക്കണം എന്നുള്ള മോട്ടീവോട് കൂടി ചെയ്താൽ മാത്രമാണോ അത് പണിഷബിൾ ആകുള്ളൂ? എന്നാൽ മാത്രമാണോ ഈ പ്ലെയിന്റിഫിന്, പരാതി കൊടുക്കുന്ന വ്യക്തിക്ക് ഡാമേജസ് കിട്ടുന്നത്, കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാൻ പറ്റുന്നത്? ഓപ്പോസിറ്റ് വ്യക്തി മോശമായ ഉദ്ദേശത്തോടുകൂടി ചെയ്താൽ വേണ്ടി മാത്രമേ കിട്ടുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, മോട്ടീവിനും മാലിസിനും ഇൽവിലിനും ഒന്നും ടോർട്ടില് റിലവന്റ് അല്ല, അല്ലെങ്കിൽ അതിനൊന്നും റിലവൻസി ഇല്ല. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. എന്താ നോക്കുന്നേ? ഡ്യൂട്ടി ബ്രീച്ച് ചെയ്തോന്നാണ് നോക്കുന്നത്. അതായത് ഒരു വ്യക്തി, പ്ലെയിന്റിഫ് ആയിട്ടുള്ള ഒരു വ്യക്തി നോക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ഡാമേജസ് കിട്ടാനായിട്ട് കോടതി നോക്കുന്നത് എന്താണ്? ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ഉണ്ടായോ? ആരുടെ ഭാഗത്തുനിന്ന്? ഡിഫൻഡിന്റെ ഭാഗത്തുനിന്ന്. 2 പാർട്ടീസ് ഉണ്ട്, ക്ലാസ് കണ്ടു നോക്കാട്ടോ. അപ്പൊ ഡിഫൻഡന്റ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഡ്യൂട്ടി ബ്രീച്ച് വരുത്തിയോ, ലംഘനം വരുത്തിയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു ഡ്യൂട്ടി ബ്രീച്ച് വരുത്തിയോ, ലംഘിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന ആ ഒരു കോമ്പൻസേഷൻ കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതാ നോക്കുന്നത്. അല്ലാണ്ട് അവിടെ മോട്ടീവോട്, നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് അല്ലെങ്കിൽ മോശം ഉദ്ദേശത്തോടുകൂടിയാണോ ചെയ്ത് എന്നൊന്നും അല്ല നോക്കുന്നത്. മാലിസ് എന്ന് പറയുന്നത് അവിടെ നോക്കുന്നില്ല. മാലിസിന് വരെ എന്താ നോക്കുന്നത്? ബട്ട് നോട്ട് എ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്. വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഇല്ലായിരുന്നു എന്ന് വെക്കുക, മാലിസ് മാത്രമേ ഉള്ളൂ. അതായത് എനിക്ക് മോശമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഒരു പ്രവൃത്തി ചെയ്തത്, പക്ഷെ ഞാൻ ആ പ്രവൃത്തി ചെയ്തപ്പോൾ നിങ്ങളുടെ ലീഗൽ ആയിട്ടുള്ള ഒരു റൈറ്റ് വയലേറ്റ് ചെയ്തില്ല. ആഷ്ബി വേഴ്സസ് വൈറ്റിന്റെ കേസൊക്കെ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന ഒരാളെ വോട്ട് ചെയ്യാനായിട്ട് സമ്മതിപ്പിച്ചില്ല. അത് ഓക്കെ, എനിക്ക് മോശമായിട്ടുള്ള ഉദ്ദേശമായിരുന്നു എന്ന് വിചാരിച്ചു, മാലിസ് ഉണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ലീഗൽ റൈറ്റ് അതുവഴിയായിട്ട് വയലേറ്റ് ചെയ്തോ എന്നാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്തില്ലേ? വോട്ട് ചെയ്യാൻ അയാൾക്ക് സമ്മതിക്കാതിരുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ലീഗൽ റൈറ്റ് ആണ് വയലേറ്റ് ചെയ്തത്. അപ്പൊ മാലിസ് ഉണ്ടെങ്കിൽ പോലും, മാലിസ് ഉള്ള കേസിലാണെങ്കിൽ പോലും അവിടെ ലീഗൽ ആയിട്ടുള്ള റൈറ്റിന്റെ വയലേഷൻ നടന്നിട്ടില്ല എങ്കിൽ അവിടെ എന്താവില്ല? അതൊരു ടോർട്ട് ആവില്ല. ഈ പ്ലെയിന്റിഫിന് ഡാമേജസ് കിട്ടില്ല. അപ്പൊ ടോട്ടൽ എന്ത് വേണം? മാലിസിനോ ഇൽവിലിനോ മോട്ടീവിനോ ഒന്നും റിലവൻസി അവിടെ കൊടുക്കുന്നില്ല. മാലിസ് ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ലീഗൽ ആയിട്ടുള്ള റൈറ്റ് അവിടെ വയലേറ്റഡ് ആകുന്നില്ല എങ്കിൽ അതൊരു ടോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ കോമ്പൻസേഷൻ കിട്ടില്ല. ഓക്കെ. അപ്പൊ അത് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. കേസിന്റെ പേര് ഓർക്കാം, മേയർ ഓഫ് ബ്രാഡ്ഫോർഡ് കോർപ്പറേഷൻ വേഴ്സസ് പിക്കിൾസ്. മേയർ ഓഫ് ബ്രാഡ്ഫോർഡ് കോർപ്പറേഷൻ വേഴ്സസ് പിക്കിൾസ്. കേസിന്റെ പേര് ഓർത്താൽ മതി. കേസിൽ എന്താണ്, അതിന്റെ ഫാക്ട്, സംഭവം എന്താണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എൻട്രൻസ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് മേയർ ഓഫ് ബ്രാഡ്ഫോർഡ് കോർപ്പറേഷൻ വേഴ്സസ് പിക്കിൾസ് ആ കേസ് അതിൽ വന്നതാണെന്ന് ഓർക്കാം. അല്ല, ഇതിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, എ പ്ലെയിന്റിഫ് വിൽ only get compensation if it is proved that he suffered loss by the violation of his legal right by the defendant. അതായത് ഡിഫൻഡന്റ് ആരാ? ഓപ്പോസിറ്റ് വ്യക്തി. അപ്പൊ ഈ ഡിഫൻഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രവൃത്തി വഴിയായിട്ട്, അല്ലെങ്കിൽ ഡിഫൻഡന്റിന്റെ ഭാഗത്തുണ്ടായ ആക്ട് വഴിയായിട്ട് ആർക്ക് വയലേഷൻ സംഭവിച്ചു? പ്ലെയിന്റിഫിന്, പരാതി കൊടുത്ത ആൾക്ക് വയലേഷൻ, ലംഘനം സംഭവിച്ചു. എന്താ വയലേറ്റ് ആയത്? ലീഗൽ റൈറ്റ്. അയാൾക്ക് ലീഗലി ഉള്ള ഒരു അവകാശം. അതാണ് അവിടെ ഇഞ്ചുറി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഇഞ്ചുറി കൈയും കാലും തല്ലി ഒടിക്കല്ല, ഞാൻ പറഞ്ഞു ലീഗൽ ആയിട്ടുള്ള ഒരു റൈറ്റ് വയലേറ്റ് ചെയ്തോ എന്നാണ്, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയോ എന്നുള്ളതല്ല നോക്കുന്നത്. അയാൾക്കുള്ള ഒരു അവകാശം
വയലേറ്റ് ആയോ? അപ്പൊ ഡിഫൻഡന്റിന്റെ പ്രവൃത്തി വഴിയായിട്ട് പ്ലെയിൻറ്റിഫിന് അയാളുടെ ലീഗൽ ആയിട്ടുണ്ടായിരുന്ന ഒരു അവകാശം വയലേറ്റ് ആയോ, ലംഘിക്കപ്പെട്ടോ എന്നാണ് നോക്കുന്നത്. അതുവഴിയായിട്ട് അയാൾക്ക് ലോസ്, നഷ്ടം സഫർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്ലെയിൻറ്റിഫിന് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. അതല്ലാതെ അയാൾ ആ പ്രവൃത്തി എന്നോട് ചെയ്തത് മോശം ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് പ്ലെയിൻറ്റിഫിന് ഡാമേജസ് ഡിഫൻഡന്റിന്റെ കയ്യിൽ നിന്നും കിട്ടില്ല. അവിടെ എന്തും കൂടി കാണിക്കണം, അവിടെ കാണിക്കേണ്ടത് ഈ പറയുന്ന ലീഗൽ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടായി എന്ന് കാണിക്കണം. ഇപ്പൊ ഈ സപ്പോസ് നമ്മൾ മാലിസോ അല്ലെങ്കിൽ മോട്ടീവോ ഒന്നും ഇറിലവന്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഒരു വേസ്റ്റ് ഇട്ടത് ഒരു സ്ഥലത്ത് ഇട്ടത് ഞാനിപ്പോ നിങ്ങളെ ഉപദ്രവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല, നിങ്ങൾക്ക് ഹാം വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല നിങ്ങളുടെ പറമ്പിലേക്ക് ഞാൻ വേസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞാലും അവിടെ അയ്യോ എനിക്ക് മെൻസറി ഇല്ലായിരുന്നു കേട്ടോ, നമ്മൾ ക്രൈമിലൊക്കെ പറഞ്ഞ പോലെ എനിക്ക് മെന്റൽ ഇലമെന്റ് ഇല്ല, എനിക്ക് മോട്ടീവ് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ അതിനൊക്കെ എന്താ പറയുക, റിലവൻസി കൊടുക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാ, ഓപ്പോസിറ്റ് വ്യക്തിക്ക് നമ്മുടെ പ്രവൃത്തി വഴിയായിട്ട് അയാളുടെ ഒരു ലീഗൽ ആയിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെട്ടോ നമ്മൾ കാരണം. അങ്ങനെ നിഷേധിക്കപ്പെട്ടെങ്കിൽ ആ വ്യക്തിക്ക് നമുക്കെതിരെ കോമ്പൻസേഷന് വേണ്ടിയിട്ട് സൂട്ട് കൊടുത്ത് കോമ്പൻസേഷൻ കിട്ടും. അതാണ് ടോട്ടൽ പറയുന്നത്. ഡിഫൻഡന്റ് ചെയ്ത പ്രവൃത്തി വഴിയായിട്ട് ലീഗൽ ആയിട്ടുള്ള റൈറ്റിന്റെ വയലേഷൻ പ്ലെയിൻറ്റിഫിന് ഉണ്ടായെങ്കിൽ പ്ലെയിൻറ്റിഫിന് കോമ്പൻസേഷൻ കിട്ടും. അത് മാത്രം നോക്കിയാൽ മതി. വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലാതെ മോട്ടീവോ മാലിസോ അയാൾക്ക് ഇൽവിൽ, അയാളുടെ ഉദ്ദേശം എങ്ങനെയായിരുന്നു, അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു ഒന്നും നോക്കുന്നില്ല. ഇങ്ങനെ പറയുമ്പോഴും, ഈ കേസിൽ ഇങ്ങനെ പറയുമ്പോഴും കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. ചില സിറ്റുവേഷനിൽ ഈ മോട്ടീവും മാലിസും ഇൽവിലൊക്കെ വന്നാലും കോടതി കണക്കിലെടുക്കും. അത് ഏത് സിറ്റുവേഷൻ ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. മാലിസ് റിലവന്റ് ആകുന്നത്, പ്രാധാന്യം ഉള്ളത് ടോട്ടൽ ഏതാന്ന് വെച്ചാൽ ഡിസീറ്റ്, കോൺസ്പിറസി, മലീഷ്യസ് പ്രോസിക്യൂഷൻ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ്. അല്ലെങ്കിൽ ഡീഫോമേഷൻ സിറ്റുവേഷനിലൊക്കെ. ഡീഫോം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളെ അപകീർത്തിപ്പെടുത്തുക. അപ്പൊ ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വഞ്ചന. അല്ലെങ്കിൽ കോൺസ്പിറസി, ഗൂഢാലോചന. മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇപ്പൊ കള്ളക്കേസിലൊക്കെ കൊടുക്കില്ലേ, അപ്പൊ അങ്ങനെ മലീഷ്യസ് പ്രോസിക്യൂഷൻ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ മാലിസ്, നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് റിലവന്റ് ആവും. അതായത് ഞാൻ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു കാര്യം പറഞ്ഞത്, ഞാൻ അയാളെ അപവാദപ്പെടുത്താനായിട്ട് ഒന്നും പറഞ്ഞതല്ല, നല്ലതായിട്ടുള്ള ഫെയർ സ്റ്റേറ്റ്മെന്റ്, ഒരു കമന്റ് പാസ്സാക്കിയതാ, ഇപ്പൊ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഒരു ഫെയർ കമന്റ് പാസ്സാക്കിയതാ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എന്താണ്, നമുക്ക് ഈ പറയുന്ന മാലിസ് എന്ന് പറയുന്ന റിലവന്റ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോർമലി മാലിസ് നോക്കൂല, പക്ഷെ ഇങ്ങനെയുള്ള ടോട്ടൽ, അതായത് മലീഷ്യസ് ആയിട്ടുള്ള പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഡിഫോമേഷൻ ഒക്കെയുള്ള ടോട്ട് വരുന്ന സിറ്റുവേഷനിൽ നമ്മുടെ എന്ത് നോക്കും, മാലിസ് അല്ലെങ്കിൽ മോട്ടീവ് ഒക്കെ റിലവന്റ് ആണ്, അവിടെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, എനിക്കതൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഈ പറയുന്ന തരത്തിൽ എനിക്ക് അങ്ങനെ ഒരു മോട്ടീവ് ഇല്ലായിരുന്നു, ഞാനിതൊരു കമന്റ് ആയിട്ട് പറഞ്ഞതാണ് എന്നുള്ളതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ മാലിസിന്, മോട്ടീവിന് അല്ലെങ്കിൽ ഇൽവിലിനൊക്കെ അവിടെ പ്രാധാന്യമുള്ളൂ. അല്ലാത്ത സിറ്റുവേഷനിൽ മാലിസ് എന്ന് പറയുന്നത് റിലവന്റ് ആയിട്ട് എടുക്കുന്നില്ല. അവിടെ എന്താ, ലീഗൽ റൈറ്റ് വയലേറ്റ് ആയോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ടോർട്ടും ക്രൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ടോർട്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് വ്യക്തികൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള റോങ് ആണ്. അതായത് ഓരോ വ്യക്തികൾക്ക്, ഇൻഡിവിജ്വൽസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള റോങ്ങിനെയാണ് നമ്മൾ ടോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെസ് സീരിയസ് ആയിട്ടുള്ള റോങ് ആണ്, പ്രൈവറ്റ് റോങ് ആണ്, ലെസ് സീരിയസ്. അതായത് ക്രൈമിനെ വെച്ച് നോക്കുമ്പോൾ അത്ര സീരിയസ്നെസ് ഇല്ല ഒരു വ്യക്തികൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള. പക്ഷെ ക്രൈം എന്ന് പറയുമ്പോഴോ മോർ സീരിയസ് ആയിട്ടുള്ള റോങ് ആണ്. അത് വളരെ സീരിയസ്നെസ് കൂടിയ സ്റ്റേറ്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള കുറ്റങ്ങളായിട്ടാണ് നമ്മൾ അത് കണക്കാക്കുന്നത്, സൊസൈറ്റീനെ ബാധിക്കുന്നതായിട്ടാണ്. അപ്പൊ മോർ സീരിയസ് ആയിട്ടുള്ള റോങ് ആണ്. ഇനി ടോർട്ടിലോ, ടോർട്ടിൽ ആർക്കാണോ ഇഞ്ചുറി പറ്റിയത്, അതായത് ആരുടെ റോങ്ഫുൾ ആക്ടോ ഒമിഷനോ വഴിയായി, അതല്ലേ നമ്മൾ ടോട്ടൽ എലമെന്റ്സ് പഠിച്ച്, ആരുടെയോ റോങ്ഫുൾ ആക്ടോ ഒമിഷനോ വഴിയായിട്ട് ആരുടെയോ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ വയലേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ ആ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്ത വ്യക്തിയായിരിക്കണം സൂട്ട് കൊടുക്കേണ്ടത് ഡാമേജസിന് വേണ്ടി. ഡാമേജസ് എന്ന് പറഞ്ഞാൽ എന്താ, കോമ്പൻസേഷൻ. അപ്പൊ സൂട്ട് ഫയൽ ചെയ്യേണ്ടത് ഇഞ്ചേർഡ് പേഴ്സൺ ഹിംസെൽഫ്, ഇഞ്ചുറി പറ്റിയ വ്യക്തി തന്നെയാണ് സൂട്ട് കൊടുത്ത് അയാൾക്ക് വേണ്ട ഡാമേജസിന് കോമ്പൻസേഷന് വേണ്ടിയിട്ട് സൂട്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താ, ക്രൈമിൽ ഇത് കേസ് ഇസ് ബ്രോട്ട് ബൈ സ്റ്റേറ്റ് സമരസാലെ കേസ് എടുക്കും. ഇപ്പൊ ഒരു മർഡർ ഒക്കെ ചെയ്യുകയാണെങ്കിലും അവര് ആ വീട്ടുകാർക്ക് ഇപ്പൊ പ്രശ്നമില്ല, അവർക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ പോലും സ്റ്റേറ്റ് എന്ത് ചെയ്യും, കേസ് എടുക്കും. അതായത് സൊസൈറ്റിക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇവിടെയോ, കോംപ്രമൈസ് ഈസ് ഓൾവേസ് പോസിബിൾ. ടോട്ടൽ എപ്പോഴും അവിടെ കോമ്പൻസേഷൻ കൊടുത്ത് അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുത്ത് അവിടെ കോംപ്രമൈസ്, ഒത്തുതീർപ്പ് എപ്പോഴും പോസിബിൾ ആണ്. ഇനി ക്രൈമിൽ എന്ന് പറയുന്നത് കോംപ്രമൈസ് പോസിബിൾ ആകും, പക്ഷെ എല്ലാ കേസിലും പറ്റുമോ, ഇല്ല. ഓൺലി ഇൻ സർട്ടൻ കേസ്. ഇപ്പൊ മർഡർ, റേപ്പ് ഇങ്ങനെയുള്ള കേസിലൊക്കെ ആണെങ്കിൽ കോമ്പൻസേഷൻ പറ്റില്ല. അപ്പൊ ചില കേസസിൽ മാത്രമാണ് ക്രൈമില് കോംപ്രമൈസ് പോസിബിൾ ആകുന്നത്. ഇനി ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തി, ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിവിൽ റോങ് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ പറയുന്നതാണ് ദ പേഴ്സൺ ഹു കമ്മിറ്റ് ദ ടോർട്ട്. ടോർട്ട് കമ്മിറ്റ് ചെയ്യുന്ന ആരാണോ അവരെ ചെയ്യുന്നതിന് പറയുന്ന ആ വ്യക്തിയെ പറയുന്ന ടോർട്ട് ഫീസർ എന്നാണ്. ക്രൈമിലാണെങ്കിലോ, ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിയെ ഒഫൻഡർ, OFFENDR, ഒഫൻഡർ അല്ലെങ്കിൽ ക്രിമിനൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ടോർട്ടിൽ എന്താ റെമഡി, പരിഹാരം എന്താ, ടോർട്ട് ചെയ്താൽ അതായത് ഒരു സിവിൽ റോങ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എഗനസ്റ്റ് ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൻഡറിന് എഗനസ്റ്റ് സൂട്ട് കൊടുത്തിട്ട്
ഡാമേജസ് വാങ്ങാം. അതാണ് റെമഡി ഇവിടെ പറയുന്നത്. അൺലിക്വിഡേറ്റഡ് ഡാമേജസ്, അതായത് കോമ്പൻസേഷൻ ആണ്, മണിയാണ് അവിടുത്തെ പരിഹാരമായിട്ട് പറയുന്നത്. ഇനി ക്രൈമിലോ, ക്രൈമില് പണിഷ്മെന്റ് കൊടുക്കുന്നത്. ചിലപ്പോൾ പറയുന്നു ഫൈൻ അടയ്ക്കാൻ പറയും, അതല്ലെങ്കിൽ ഇംപ്രസൺമെന്റ് കൊടുക്കും, ഡെത്ത് പെനാൽറ്റി കൊടുക്കും. ഇങ്ങനെ പല പണിഷ്മെന്റുകളാണ് ക്രൈമിനുള്ളത് അവിടെ പരിഹാരമായിട്ട്. ഇത്രയാണ് ടോർട്ടും ക്രൈമും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി അടുത്ത് നോക്കേണ്ടത് പീജിയൻ ഹോൾ തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ടോട്ടലി ഒരു കോൺസെപ്റ്റ് ആണ് പീജിയൻ ഹോൾ തിയറി. ഈ പീജിയൻ ഹോൾ തിയറിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു സാൽമണ്ട്. സപ്പോർട്ട് ചെയ്ത ഒരു വക്താവ് ജൂറിസ്റ്റ് ആയിരുന്നു സാൽമണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന, അല്ലെങ്കിൽ അതിനെ ഒപ്പോണന്റ് ആയിട്ട്, അതിനെ എതിർത്ത, പീജിയൻ ഹോൾ തിയറിയെ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു. അതിന് വിൻഫീൽഡ് എന്നാണ് ആളുടെ പേര്. അപ്പൊ വിൻഫീൽഡ് ആണ് അതിന്റെ ഒപ്പോണന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എഗനിസ്റ്റ് ആയിട്ട് നിന്ന വ്യക്തി. ഇനി എന്താണ് നമുക്ക് നോക്കാം പീജിയൻ ഹോൾ തിയറി. പീജിയൻ ഹോൾ തിയറി എന്ന് പറയുന്നത്, സാൽമണ്ട് പറഞ്ഞത് ദർ ഈസ് നോ ലോ ഓഫ് ടോർട്ട്. ടോർട്ട് അല്ല, ലോ ഓഫ് ടോർട്ട് അല്ല, ദർ ഈസ് ഓൺലി ലോ ഓഫ് ടോർട്ട്സ് ആണ്. TS, ടോർട്ടുകളാണ്. അപ്പൊ ടോർട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ, പലതരത്തിലുള്ള സിവിൽ റോങ്ങുകളുണ്ട്. ഇപ്പൊ ഡിഫമേഷൻ, ഒരാളെ കുറിച്ച് അപവാദം പറയുന്നത്, അല്ലെങ്കിൽ നെഗ്ലിജൻസ്, ഡ്യൂട്ടി നമ്മൾ ചെയ്യാതെ നെഗ്ലിജൻസ് ആവുന്നത്, അതല്ല എങ്കിൽ അസോൾട്ട്, അയാളെ ഈ പറയുന്ന തരത്തിൽ ഓങ്ങുന്നത്, അടിക്കാൻ ഓങ്ങുന്നത്, അങ്ങനെയൊക്കെ അസോൾട്ട്. പിന്നെ ബാറ്ററി, ഇങ്ങനെ പലതരത്തിൽ നമ്മൾ പറയൂ കേട്ടോ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കും എങ്ങനെയാണത് പലതരത്തിലുള്ള ടോർട്ടുകൾ ഏതൊക്കെയാണെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഓരോ ടോർട്ടിനും ഓരോ നിയമങ്ങൾ, അങ്ങനെയാണ് ഇവിടെ സാൽമണ്ട് പറയുന്നത്. അല്ലാണ്ട് ഒരു ലോ ഓഫ് ടോർട്ടിന് മാത്രമായിട്ടൊരു ഒറ്റ നിയമം അങ്ങനെയല്ല, ഓരോ ടോർട്ടിനും ഓരോ നിയമം അങ്ങനെ പറഞ്ഞു. ഇപ്പൊ നെഗ്ലിജൻസിനാണെങ്കിൽ നെഗ്ലിജൻസ് ഒരു ടോർട്ടാണ്, അതിനൊരു ലോ. അതുപോലെ തന്നെ ഡിഫോമേഷൻ ആണെങ്കിൽ അതിനൊരെണ്ണം, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ലോ ഓഫ് ടോർട്ട് അല്ല, ലോ ഓഫ് ടോർട്ട്സ് ആണെന്നാ പറയുന്നത്. ടോർട്ടുകളുടെ നിയമം അതാണ്, ലോ ഓഫ് ടോർട്ട്സ് ആണെന്നാ പറയുന്നത്, അല്ലെങ്കിൽ ടോർട്ട് അല്ല. അപ്പൊ ഇവിടെ പീജിയൻ ഹോൾ തിയറി പറയുന്നത് ഓരോ ടോർട്ടുകളും, ഇങ്ങനെ പല പല ടോർട്ടുകളില്ലേ, നെഗ്ലിജൻസ്, ഡിഫമേഷൻ, അങ്ങനെയുള്ള ഓരോ ടോർട്ടുകളും ഓരോ പീജിയൻ ഹോളിൽ ചെന്ന് ഒക്യുപ്പൈ ചെയ്യും, അവിടെ ചെല്ലും. അപ്പൊ അങ്ങനെയാണ് ഈ ലോ ഓഫ് ടോർട്ടുകളുടെ ഒരു ലോ ആണ് എന്നാണ് സാൽമണ്ട് പറഞ്ഞത്. പക്ഷെ ഇതിന് നേരെ തിരിച്ച് വിൻഫീൽഡ് പറഞ്ഞ എന്താ, ഒപ്പോണന്റ് ആണ്. അയാൾ പറഞ്ഞത് ദർ ഈസ് നോ ഡിവിഷൻ ഇൻ ലോ ഓഫ് ടോർട്ട്. ഇപ്പൊ ഈ പറഞ്ഞ ടോർട്ടിൽ ഈ പറയുന്ന ഡിവിഷൻ ഇല്ല, ദർ ഈസ് നോ ഡിവിഷൻ ഇൻ ടോർട്ടിന്റെ അകത്ത് ഒരു ഡിവിഷൻ ഇല്ല. ഏത് ടോർട്ട് ആണെങ്കിലും, ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഡിഫോമേഷൻ ആണെങ്കിലും നെഗ്ലിജൻസ് ആണെങ്കിലും, ഒരു വ്യക്തിയുടെ ആക്ടോ ഒമിഷനോ വഴിയായിട്ട് മറ്റൊരു വ്യക്തിക്ക് ഇഞ്ചുറി, അയാളുടെ അവകാശം നിഷേധിക്കപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അയാൾ സൂട്ട് കൊടുക്കുമ്പോൾ ഡാമേജ് കിട്ടും, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓരോ ടോർട്ടിനും ഓരോ ലോ എന്നുള്ള രീതിയിലില്ല. ലോ ഓഫ് ടോർട്ട് ആണ്. ദർ ഈസ് നോ ഡിവിഷൻ ഇൻ ടോർട്ട്. ടോർട്ടിന്റെ കേസിൽ ഒരു ഡിവിഷൻ വരുന്നില്ല, അവിടെ ഒരു ലോ ഓഫ് ടോർട്ട് ആണ്, അല്ലാണ്ട് ലോ ഓഫ് ടോർട്ട്സ് അല്ല എന്നാണ് വിൻഫീൽഡ് പറഞ്ഞത്. പക്ഷെ സാൽമണ്ട് പറഞ്ഞ അങ്ങനെയല്ല, ഓരോ ടോർട്ടുകൾക്കും ഓരോ ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, ലോ ഓഫ് ടോർട്ട്സ് ആണ്. അതാണ് പീജിയൻ ഹോൾ തിയറി പറയുന്നത്. പീജിയൻ ഹോൾ തിയറി സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് സാൽമണ്ട്. സാൽമണ്ട് പറഞ്ഞ സെന്റൻസ് ഓർക്കുക. പിന്നെ വിൻഫീൽഡ് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞ വ്യക്തിയാണ്, ഒപ്പോണന്റ് ആണ്, അത് എതിർത്ത വ്യക്തിയാണ്. ഇത്രയാണ് നമ്മൾ ടോർട്ടിൽ നോക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോർട്ടുകൾ, പല തരത്തിലുള്ള ടോർട്ടുകളാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോർട്ട്സുകളാണ് നോക്കുന്നത്, ഡിഫോമേഷൻ, അസോൾട്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ടോർട്ടുകളാണ് നോക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ക്ലാസ്സസ് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.